ഹലോ, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇടുക്കിയിലുള്ള മുരിക്കാശ്ശേരിയിലെ നമ്മുടെ തറവാട് വീടിൻ്റെ പറമ്പും ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോകുന്നപ്പോൾ നമ്മുടെ പറമ്പിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടെ ഒരു കുളത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുളമുണ്ടേ. ആ കുളത്തിൽ നിന്നാണ് നമ്മൾ കൃഷിക്ക് വെള്ളമൊക്കെ എടുക്കുന്നത്. ആ കുളം കാണിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പം ഒരു ജാതിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ജാതിയിലൊന്നും ഇപ്പോൾ കായൊന്നും ഇല്ലാത്ത സമയമാണ്. നമ്മളിപ്പോൾ അതുകൊണ്ട് ജാതിയൊന്നും അങ്ങനെ കാണിക്കാൻ പാകത്തിനില്ല, കായില്ലാത്തതുകൊണ്ട്, ഒരു ഭംഗിയില്ലാത്ത കായില്ലാത്ത മരമായതുകൊണ്ട് കാണാനൊന്നും. നമുക്ക് നേരെ കുളത്തിലോട്ട് പോകാം. കുളത്തിൽ ധാരാളം മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മീനുണ്ട് അതിനകത്ത്. പക്ഷേ നമ്മൾ നടന്ന് ചെല്ലുന്ന സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാം വെള്ളത്തിലോട്ട് ഉള്ളിയിട്ട് പോയി. ഇപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഗപ്പി മീനെ മാത്രം കാണാൻ പറ്റും. അത് നിങ്ങൾ വേടിയില്ല, നിങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെയും വെള്ളം ഉപയോഗിക്കുന്നില്ലോ, മഴ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് മഴ പെയ്ത കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കുളത്തിൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ വരുന്നില്ലാത്തതുകൊണ്ട് എല്ലാം കാടൊക്കെ ആയി കുളമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുക കേട്ടോ. പിന്നെ മീനിന് തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് ഇടയ്ക്ക് വരുന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഇതൊരു കൊടിയാണ് നിൽക്കുന്നത്. കൊടിക്കൊക്കെ തിരിയിട്ട് വരുന്നതേ ഉള്ളൂ. മൂത്തില്ല, കുരുമുളകായിട്ടില്ല. ആ കൊടിയാണിതേ. കൊടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ നമുക്ക് ഇത് ആദ്യം കാണിച്ച കുളം തന്നെയാണ്. ആ കുളത്തിൽ മീനുകളെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് നോക്കിയത്. പക്ഷേ അതൊക്കെ മുങ്ങി താഴോട്ട് പോയിട്ടോ. ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ കൊണ്ട് ചെല്ലുമ്പോഴത്തേനും എല്ലാം പോകുക, ഒന്നും അടുത്തേക്ക് നിൽക്കില്ല. ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നില്ല മീനെല്ലാം ഓടി രക്ഷപ്പെടുക. നമുക്ക് ചൂണ്ടയിട്ടാൽ കിട്ടും. ചൂണ്ടയൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കി പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. പക്ഷേ നടക്കില്ല, അതുങ്ങളൊക്കെ പോയി. ഈ മീനുകൾക്കൊക്കെ ഭയങ്കര പേടിയായി. കൊക്കൊക്കെ വന്ന് പിടിക്കുന്നതുകൊണ്ട് ഒരു അനക്കം കണ്ടാൽ മതി, എല്ലാം ഓടി രക്ഷപ്പെടും. അങ്ങനെയാണിത്. പിന്നെ നമുക്ക് ഈ ഇടുക്കിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മുരിക്കാശ്ശേരി എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് നമ്മുടെ പറമ്പിനോട് ചേർന്ന് ഒരു പുഴയൊക്കെ ഉണ്ട്. അത് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ പറയുന്നുണ്ടല്ലോ, ഇതൊരു ഏലം. നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടല്ലോ. മറ്റേ സുഗന്ധവിളകളാണ്. സുഗന്ധവിളകളിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഏലം. ഏലത്തിന് നമുക്ക് വലിയ ഏലക്കൃഷിയൊന്നുമില്ല കേട്ടോ. ചെറിയ 3-4 ചൂട് ഏലമുള്ളൂ, കായായിട്ടേ ഉള്ളൂ. നമുക്ക് പ്രധാനമായിട്ടുള്ളത് ജാതി, കൊക്കോ, റബ്ബറൊക്കെയാണ്. ഇത് ജാതിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, തേങ്ങയൊക്കെ ചാടി കിടക്കുന്നുണ്ട് പറമ്പിക്കടയെ. കേട്ടോ, തേങ്ങയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. തേങ്ങ ഇങ്ങനെ പെറുക്കാതെ കിടക്കുന്നതുകൊണ്ട് കുറേ തേങ്ങകൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. പറമ്പിലെല്ലാം ചാടി, മഴയൊക്കെ ആയതുകൊണ്ട് പെറുക്കാനൊന്നും പറ്റിയില്ല. ഇടാനൊക്കെ ആൾ കുറവാണ്. തേങ്ങ ഇടാൻ മഴയൊക്കെ ആയാൽ പിന്നെ തേങ്ങ ഇടാൻ ആൾ കുറവായതുകൊണ്ട് തേങ്ങയൊക്കെ ചാടി കിടക്കുക പറമ്പിൽ കൂടി. നമ്മളത് പെറുക്കിയെടുക്കാനും വന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചാടി കിടന്ന് ഇനി അത് പെറുക്കിയെല്ലാം എടുക്കണം. നമുക്ക് എല്ലാം പെറുക്കി കൂട്ടി വെട്ടി വെച്ച് ഉണങ്ങാം. പിന്നെ ഇത് കണ്ടോ, ഒരു തേങ്ങ മുളച്ചതാണേ. ചാടിക്കിടന്ന് പെറുക്കാതിരുന്നത് മുളച്ചതാണ്. അതുപോലെ ഇവിടെയുണ്ട്, ഇതുണ്ടോ, 2 തെങ്ങൻ തൈയായി നിൽക്കുന്നത്. ഇത് മുളച്ച് നിൽക്കുന്ന തെങ്ങൻ തൈയാണ്. ഇതിനകത്ത് നല്ല ഒരു പൊങ്ങെന്ന് പറയുന്ന സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇങ്ങനെ ഓല വന്നതിന് അത്രയും വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഓലയില്ലാതെ മുള വരുമ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല മധുരം, നല്ല രുചിയാണ്. ഭയങ്കര ഗുണമുള്ളൊരു സാധനം കേട്ടോ. ഭയങ്കര പോഷക ഗുണമുള്ള സാധനമാണ് ഈ പൊങ്ങെന്ന് പറയുന്നത്. ഇത് നമ്മുടെ പറമ്പിൻ്റെ അതിരിൽ കൂടെ പോകുന്ന ഒരു ചെറിയ അരുവിയാണേ. ഇത് നമ്മുടെ പറമ്പാണ്. പറമ്പിൻ്റെ അതിരിൽ കൂടെയാണ് ഈ ഇത് ഒഴുകുന്നത്. പിന്നെ ഇത് കൊക്കോയിലും ഇപ്പോൾ കായില്ലാത്ത സമയമാണ്. കൊക്കോയിലൊക്കെ കായ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ കൊക്കോയൊന്നും കാണാനൊരു ഭംഗിയില്ലാതെ നിൽക്കുന്നത് നേരം. ആ അരുവിയുടെ ഓരത്താണ് ആ കൊക്കോ നിൽക്കുന്നത്. ഇത് കുറേ കൊക്കോയൊക്കെ ഉണ്ട് ഇപ്പം. അതുപോലെ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് തേങ്ങകളൊക്കെ ഉണ്ടല്ലോ. ചെറിയ മുള വന്ന തേങ്ങ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. നമുക്കിവിടെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ മുളയൊക്കെ ആയിട്ട് വന്ന് കിടക്കും തേങ്ങ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുകൊണ്ടൊന്ന് നമുക്ക് നോക്കാം. എവിടെയെങ്കിലും കാണാതിരിക്കില്ല, ഇങ്ങനെ ചാടി കിടക്കുന്നതാണ്. അപ്പം നമുക്കതുകൊണ്ടൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഈ കാണുന്നതാണ് ചാടി മുളച്ചു വന്നുണ്ടോ. വേരൊക്കെ പിടിച്ചു തുടങ്ങി. നല്ല വേര്, 2 വേരുണ്ട്. ഇതിന് വേരുണ്ടോ? അതിനും കണ്ടോ, ഒരു വേര് പിടിച്ചു. അത് അവിടെ കിടന്ന് 2 തേങ്ങ മുളച്ചു തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വളരെ രുചിയുള്ള നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു പറഞ്ഞില്ലേ, പൊങ്ങ് നല്ല ടേസ്റ്റാണത്. അത് കഴിക്കാൻ പിള്ളേരൊക്കെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുന്നതാണേ. നല്ല ഗുണമുണ്ട്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഇത് കണ്ടിട്ടില്ലാത്തവരും കാണുമല്ലോ. അവർക്ക് വേണ്ടിയാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. നല്ല ടേസ്റ്റുള്ള തേങ്ങ പൊങ്ങ് കഴിക്കാനാണ്. അപ്പോൾ പിള്ളേർ ഇപ്പോൾ തന്നെ പറയാൻ തുടങ്ങി, ഇത് പൊട്ടിച്ച് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് പൊട്ടിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നന്ദി, എല്ലാവർക്കും നന്ദി.